നമസ്കാരം, ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് വയർമാൻ പെർമിറ്റ്, അതേപോലെ തന്നെ സി ക്ലാസ് സൂപ്പർവൈസർ, അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ, അതേപോലെ തന്നെ എ ക്ലാസ് സൂപ്പർവൈസർ എന്നീ ലൈസൻസുകൾക്ക് വേണ്ട പുതിയ ബാച്ചുകൾ നമ്മൾ സെപ്റ്റംബർ 10 മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 1 2025. നമ്മൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെല്ലാ മലയാളികളും ഓണാഘോഷത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിന്റെ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഇതിന് പ്രധാന കാരണം, ഒരു ദിവസം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്, പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര കാലാവധിക്കുള്ളിൽ പരീക്ഷ നടക്കും, ഇൻ കേസ് ഒരു തവണ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താണ് അടുത്ത പ്രൊസീജിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ വിളിച്ചാൽ ഇപ്പോൾ ആഗസ്റ്റ് 31 ഒരാൾ വിളിച്ചു എന്ന് വിചാരിക്കുക. ഇന്നലെ ഒരാൾ വിളിച്ചാൽ അദ്ദേഹം അഡ്മിഷൻ എടുക്കുന്നത് അടുത്ത കൊല്ലാണ്. അതിനുള്ള കാരണം, ഒന്ന് പരീക്ഷയോടുള്ള പേടി, മറ്റൊന്ന് ജോലി തിരക്ക്, അതേപോലെ തന്നെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഈ പരീക്ഷ എഴുതാനുള്ള അവസരം മാറ്റിവെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ വയർമാൻ പെർമിറ്റ് എടുത്ത്, അതായത് 10ാം ക്ലാസ് ജയിച്ചിട്ട് നിങ്ങളൊരു കോൺട്രാക്ടർ കീഴിൽ അപ്രന്റീസ് വയർമാനായി രജിസ്റ്റർ ചെയ്ത് വയർമാൻ പെർമിറ്റ് എടുത്ത വ്യക്തി ആണെങ്കിൽ, നിങ്ങൾ ആ പെർമിറ്റ് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും. അതേപോലെ തന്നെ ഇനി ITI കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുത്തതെങ്കിൽ, നിങ്ങൾ ആ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് 2 വർഷം കഴിഞ്ഞാൽ ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും. ഇനി 10ാം ക്ലാസ് തോറ്റവരാണെങ്കിൽ നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് 10 വർഷം കഴിഞ്ഞാൽ ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണത്തിലേക്ക് വരികയാണ്. പല ആളുകളും വിളിക്കുന്നുണ്ട്, വിളിക്കും, അന്വേഷിക്കും, അവിടെ വയ്ക്കും, പിന്നെ അത് അവിടെ ഇടും, പിന്നെ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരും, ക്ലാസ്സുകൾ തുടങ്ങും, പിന്നെ പരീക്ഷ എഴുതും. അങ്ങനെ ഓരോ അനാവശ്യമായിട്ട് 1 വർഷമോ 2 വർഷമോ കളയുന്നവരുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അതെന്താണ് എന്നുള്ളത് വിവരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസർ ആവണം, അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ ഏതൊരാളാണെങ്കിലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് പോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങൾ പറയുന്നത് പോലെ എഴുതാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ വായിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസത്തിൽ 2 മണിക്കൂർ ഈ ഒരു ബി ക്ലാസ് സൂപ്പർവൈസറിന് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ. നിങ്ങളെ ഞങ്ങൾ ആദ്യത്തെ അവസരത്തിൽ തന്നെ പാസ്സാക്കി തരും. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിന് വന്ന ആളുകളുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ച് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചും നമ്മുടെ രീതികളെ കുറിച്ചും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഡേറ്റുകളിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക, എന്നിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇതില് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റ് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ്. ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവസാനം വന്ന നോട്ടിഫിക്കേഷനിലെ ഡേറ്റ് എന്ന് പറയുന്നത് 5/2/2024 ആണ്. ആ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ്
20/2/2024. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ലൈസൻസിംഗ് ബോർഡ് പറഞ്ഞത് 4-ാം മാസം 2024 4-ാം മാസം ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷ നടത്തും എന്നാണ്. പക്ഷേ അതങ്ങനെ സംഭവിച്ചില്ല. ആ 4/2/2024 പരീക്ഷ നടക്കുമെന്ന് കരുതി നമ്മൾ ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ തിയറി പരീക്ഷ നടന്നത് 7/12/2024 ഒന്ന് നോക്കൂ. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് 8 മാസം കഴിഞ്ഞിട്ടാണ് തിയറി പരീക്ഷ നടന്നത്. അതിന്റെ റിസൾട്ട് വന്ന ഡേറ്റ് ആണ് 13/1/2025. നോട്ടിഫിക്കേഷൻ വന്നത് 5/2/2024, പരീക്ഷ നടന്നത് 7/12/2024, റിസൾട്ട് വന്നത് 13/1/2025. ക്ലിയർ? ദെൻ പ്രാക്ടിക്കൽ പരീക്ഷ നടന്നത് 28/3/2025. അതിന്റെ റിസൾട്ട് വന്നത് 10/4/2025. അതായത് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 2024 നോട്ടിഫിക്കേഷൻ ആണ്. സോറി, 2023 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ ഒരു കാലയളവില്, അതായത് 1 വർഷം 2 മാസം കൊണ്ട് പരീക്ഷ നടന്നിട്ടുള്ളത്. ഈ പരീക്ഷ നടന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2023 നോട്ടിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2023 നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ കഴിഞ്ഞ് അതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിയാൻ എടുത്ത സമയം 1 വർഷവും 2 മാസമാണ്. അതായത് 10/4/2025 റിസൾട്ട് വന്നത്. ഈ റിസൾട്ട് വന്ന് സൂപ്പർവൈസറി ലൈസൻസ് കിട്ടി നമ്മുടെ ക്ലാസ്സിൽ വന്ന എല്ലാവരും ഒരു 95% ആളുകളും ഇന്ന് ബി ക്ലാസ് കോൺട്രാക്ടർമാരാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഡ്യൂറേഷൻ, അതായത് നിലവില് ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 1 1/9/2025. അപ്പോ ഇന്ന് വരെ അടുത്ത പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതായത് ഇനി വരാനുള്ള നോട്ടിഫിക്കേഷൻ 2024 നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ ബി ക്ലാസ് സൂപ്പർവൈസറി എന്ന് പറഞ്ഞ പോസ്റ്റിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളെ ബി ക്ലാസ് സൂപ്പർവൈസർ ആക്കി തരാം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, സമയം വരപ്പെട്ടതാണ്. അപ്പോ തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ, അതായത് 2024 കഴിഞ്ഞ് 2025 നോട്ടിഫിക്കേഷൻ വരാൻ ഏകദേശം ഈ ഒരു കണക്ക് പ്രകാരം എന്തായാലും 1 കൊല്ലം അങ്ങോട്ട് കഴിയും. ഇവിടെ 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇന്ന് വരെ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സമയത്തിന് പ്രാധാന്യം നൽകുക. ഞങ്ങൾ പറയുന്നത് പോലെ എഴുതാനും വായിക്കാനും തയ്യാറായാൽ മതി. നിങ്ങൾ തന്നെ ആദ്യത്തെ അവസരത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും നാളേക്ക് മാറ്റി വെക്കാതിരിക്കുക, അടുത്ത നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ന് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, മനസ്സിരുത്തി കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ബി ക്ലാസ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിന്റെ മൂല്യം മനസ്സിലാക്കുക. നിങ്ങൾ ആ സൂപ്പർവൈസർ ആയി നിങ്ങളുടെ കീഴിൽ തന്നെ കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.